നിങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഒരുമിച്ച് കൂടി അന്ന് ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പായി, എന്നാൽ പോലും 4 കൂട്ടർക്ക് പടച്ചറബ് പുറത്തു തരികയില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കൂട്ടർക്ക് പുറത്ത് കിട്ടൂല. 4 കൂട്ടർക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് ഒരു ഉപകാരവും കിട്ടൂല. അന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിലും ശരി, നിങ്ങൾ ലൈലത്തുൽ ഖദർ നേടിയാലും ശരി, നേരം വെളുക്കുവോളം പള്ളിയിലിരുന്നു കൊണ്ട് നിങ്ങൾ കട്ടപ്പെട്ട് പ്രാർത്ഥിച്ചാലും നിസ്കരിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു 4 കൂട്ടർക്ക് പടച്ചറബ് പുറത്തു കൊടുക്കൂല. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ. നോക്കണം നിങ്ങൾ, ആരാണ് ആ 4 പേർ? സ്വഹാബത്ത് വളരെ ആകാംക്ഷാഭരിതരായി വളരെ വേവലാതിയോടുകൂടി ചോദിച്ചു, ആരാണ് പരിശുദ്ധ പ്രവാചകരെ നഷ്ടപ്പെട്ടു പോയ ആ 4 പേര്? പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഒന്ന് മുദ്മിനു ഖംറാൻ, മദ്യപാനി, മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള്. അയാൾ ഒരു ദിവസം നന്നാകാൻ വേണ്ടി മാത്രം പള്ളിയിൽ വന്നിട്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. മുദ്മിന ഖംറായ മനുഷ്യന് പടച്ചറബ് പുറത്തു കൊടുക്കൂല, ഉറപ്പാ. ഒരു കാലത്തും അവന് പുറത്തു കൊടുക്കൂല. രണ്ടാമത്തേത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, ആക്കുല്ലി വാലിദൈഹി, ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കുന്നവൻ. ഉമ്മാനെ വെറുപ്പിക്കുന്നവൻ, വാപ്പാനെ വെറുപ്പിക്കുന്നവൻ. ഉമ്മാനെ കണ്ടുകൂടാ, ബാപ്പയെ കണ്ടുകൂടാ. ഈ ആള് പള്ളിയിൽ വന്ന് ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അവന് ലൈലത്തുൽ ഖദർ ബാധകമല്ല. എത്ര അപകടമാണ് നോക്ക് നിങ്ങൾ. ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്നവരോ ഉപ്പാനോട് പിണങ്ങി നിൽക്കുന്നവരോ സദസ്സിലുണ്ടെങ്കിൽ ഗൗരവത്തോടെ ചിന്തിച്ചോ. പള്ളിയിൽ നമ്മൾ റമദാനിൽ ഏറ്റവും പുണ്യപ്പെട്ട ദിവസം പോലും അള്ളാഹു പുറത്തു തരില്ലെങ്കിൽ വേറെ ദിവസം ഏതായാലും തരില്ല എന്ന് ഉറപ്പല്ലേ? ഓഫർ ഉള്ളപ്പോൾ വില കുറയുന്നില്ലെങ്കിൽ പിന്നെ അല്ലാത്ത സമയത്ത് വില കുറയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ലൈലത്തുൽ ഖദറിൽ പോലും പുറത്ത് കിട്ടില്ലെങ്കിൽ വേറെ സമയത്ത് എന്തായാലും കിട്ടൂല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും വെറുപ്പിക്കുന്നവർക്ക് പള്ളി ബാധകമല്ല. ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇസ്ലാമിക കൾച്ചർ ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. ഇസ്ലാമിന്റെ സംസ്കാരം വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും മാനിക്കണം. ഉമ്മ പ്രായമായാൽ പരിഗണിക്കണം. അബൂബക്കർ ഹാജി കണ്ടോ, വയസ്സായ ഉമ്മ പരിപാലിച്ചു, മരിച്ചപ്പോൾ ഉമ്മാക്കൊരു പള്ളി തന്നെ എടുത്തു കൊടുത്തു. ഫാത്തിമ എന്ന പേരിട്ടു ഉമ്മാന്റെ പേരിൽ. എന്തൊരു മനോഹരമാണത്, ചിന്തിക്കണം നിങ്ങൾ. അതുപോലെ തിരിച്ചു ചിന്തിക്കുക. രണ്ടാമത്തൊന്നെന്താണ്? ആക്കുല്ലി വാലിദൈഹി. മൂന്നാമത്തേത് വളരെ പ്രധാനമാണ്, ഖാതി ഉർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. ഖാതി ഉർ റഹം. ഒരു സമൂഹത്തിൽ കുടുംബ ബന്ധം മുറിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഈ സദസ്സിലുണ്ടെങ്കിൽ, ജേട്ടനോട് മിണ്ടൂല, അല്ലെങ്കിൽ പെങ്ങളോട് മിണ്ടില്ല, കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവനാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദറിന്റെ ഗുണം കിട്ടൂല. കുടുംബം പൊളിക്കാൻ പാടില്ല. കുടുംബത്തെ ചേർത്തി നിർത്തുന്നവനാണ് ബർക്കത്ത്. കുടുംബം പിളർത്തുന്നവൻ ആരാണെങ്കിലും ശരി, അവന് ഒരിക്കലും അള്ളാഹു അംഗീകരിക്കൂല. അവന് ലൈലത്തുൽ ഖദറിന്റെ പുണ്യമേ കിട്ടൂല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടൂല. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. മൂന്നാമത്തത് അതാണ്. നാലാമത്തേത് മുഷാഹിൻ, ഒരു കാരണവുമില്ലാതെ തമ്മിൽ തെറ്റി നിൽക്കുന്ന മനുഷ്യൻ. ശറഈയായ കാരണമില്ലാതെ ഒരു മുസ്ലിമിനോട് തെറ്റി നിൽക്കുക, അവനോട് ഒരു ബന്ധമല്ല. അയൽവാസിയോട് തെറ്റി, അല്ലെങ്കിൽ തന്റെ പരിചയമുള്ള ഒരാളോട് തെറ്റി. ഒരു കാര്യമല്ല തെറ്റാൻ. എന്താ കാരണം? ചിലപ്പോൾ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ഒരു കാര്യം അവൻ നടത്തി തന്നിട്ടുണ്ടാവില്ല, വെറുതെ തെറ്റുക. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അവനോട് പിണങ്ങേണ്ടി വരും. നിസ്കരിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ അവനോട് പിണങ്ങേണ്ടി വരും. അതൊന്നുമല്ല. ഒരു ശറഈയായ കാരണവുമില്ലാതെ മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ദുആക്ക് ഉത്തരം കിട്ടൂല, ലൈലത്തുൽ ഖദർ കിട്ടൂല. എത്ര ഗൗരവ നിങ്ങൾ നോക്ക്. എന്താ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ ചേർത്തി നിർത്തണം എന്നാണ്. ബന്ധങ്ങൾ സുദൃഢമാക്കാൻ തന്നെയാണ് പള്ളി. എന്തിനാണ് മുസ്ലിങ്ങൾക്കൊരു മഹല്ല്? എന്തിനാണ് ഒരു കാളി? എന്തിനാണ് ഒരു പള്ളി? എല്ലാവരും ചേർന്ന് ഇങ്ങനെ സഫായി നിന്ന് നിസ്കരിക്കുന്നു. വീട്ടിലെ ഓരോ പ്രതിനിധികൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ കാണാനില്ല. ഒരു ദിവസം സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരാളാ. അപ്പൊ ആളുകൾ അന്വേഷിക്കും, അവനെവിടെ? അവന് രോഗമാണ്. എന്നാൽ പോയി സന്ദർശിക്കും, അതിന് കൂലിയിട്ടു. അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ചികിത്സിക്കാൻ, എന്നാൽ നമ്മളൊക്കെ കൂടി ഒന്ന് നോക്കാന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടും, ഒരു പരസ്പര സഹായം രൂപപ്പെടും. അതാണ് സമൂഹത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നിസ്കാരം നോക്ക് നിങ്ങൾ. നമ്മൾ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലമുണ്ട്. ഈ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ നിർബന്ധമാണല്ലോ. ഫാത്തിഹയുടെ ഒരക്ഷരം പിഴച്ചാൽ നിസ്കാരം പോയി. നേരെ മറിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വൈകി വന്ന് തുടർന്നു, ഇമാമ് റുക്കോയിലാണ്, ഉയർന്നിട്ടില്ല, അയാൾ വേഗം തക്ബീർ കെട്ടി കൂടെ കൂടി റുക്കോൾ ശരിക്ക് കിട്ടിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ റക്അത്ത് കിട്ടി. ഫാത്തിഹ അല്പം പോലും വേണ്ട. എന്തേ കാരണം? അത് കൂടി നിന്നപ്പോൾ കിട്ടിയൊരു ഗുണമാണ്, ജമാഅത്തിന്റെ പ്രതിഫലമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കൂടി നിൽക്കുമ്പോൾ ഗുണമുള്ളൊരു കാര്യമാണ്.
ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിലാകുമ്പോൾ കൂലി കൂടുതൽ, ജമാഅത്താകുമ്പോൾ അതിലും കൂടുതൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതുപോലെ നോമ്പ് നോക്കൂ. എല്ലാവർക്കും നോമ്പ് നിർബന്ധമില്ല. ഈ സദസ്സിൽ എല്ലാവർക്കും നോമ്പ് നിർബന്ധം ഉണ്ടാവില്ല. നോമ്പ് നിർബന്ധമുള്ള ഒരാൾ തന്നെ അയാൾക്ക് രോഗം കാരണം നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ പാവപ്പെട്ട ആൾക്ക് മുദ്ദ് കൊടുത്താൽ മതി. ഒരു നോമ്പിനൊരു മുദ്ദ് 800 മില്ലി ലിറ്റർ ഭക്ഷ്യധാന്യം ഒരു ഫക്കീറിന്, പാവപ്പെട്ടവന് കൊടുത്ത് അവനെ തീറ്റിയാൽ എൻ്റെ നോമ്പിന്റെ ഫലമായി. വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ നോമ്പായി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മറ്റുള്ളവനോടുള്ള കടപ്പാട് ഇബാദത്താവുകയാണ്. അങ്ങനത്തെ ഒരു മതമാണിത്. സക്കാത്ത് എല്ലാവരും കൊടുക്കേണ്ട കാര്യമില്ല. സക്കാത്ത് കഴിവുള്ളവന് കൊടുത്താൽ മതി. ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പൈസ ഹറാമായി. അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. എന്റെ പണം ശുദ്ധമാകണമെങ്കിൽ എന്റെ പണം ഒരു പാവപ്പെട്ടവന് എത്തിച്ചു കൊടുത്തിരിക്കണം. കണ്ടോ പരസ്പര ബന്ധം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വലിയൊരു കർമ്മമാണ്. ഹജ്ജിൽ എനിക്കൊരു പാകപ്പുഴവ് പറ്റിയാൽ ആടിനെ അറുത്ത് പാവത്തിന് കൊടുക്കണം. അവൻ ആടിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ ഹജ്ജ് പൂർണ്ണമാവുകയാണ്. നോക്ക് നിങ്ങൾ, മറ്റുള്ളവരെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു മതമാണ് നമ്മുടേത്. അതുകൊണ്ട് നമുക്ക് കൂടിച്ചേരാനുള്ള കേന്ദ്രമാണ് പള്ളി. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്രമാണ് പള്ളി. ഈ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ. ആ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, ഇന്നലിൽ മസാജിദി ഔതാദാ, ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകളെ ചിന്തിക്കണം. അവർക്ക് അവർക്ക് ജുലസാ ഉൽ മലായിക എന്ന് പറയും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അൽ മലായികത്തു ജുലസാഉഹും, അൽ മലായികത്തു ജുലസാഉഹും. സ്ഥിരമായി പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് മലക്കുകൾ കൂട്ടുകാരായിട്ട് അവിടെ ഉണ്ടാവും. ഇത് ഹദീസാ, ഒരു തർക്കം വേണ്ട. സ്ഥിരമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്, സ്ഥിരമായി എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ചില ജമാഅത്തിനൊക്കെ വരാൻ പറ്റില്ല എന്നൊക്കെ വരും. പള്ളിയിൽ പതിവായി വരുന്ന ഒരാൾക്ക് കൂട്ടുകാരനായിട്ട് മലക്കുണ്ടാവും. ആ മലക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിങ്ങൾ പള്ളിയിൽ എന്ന് വന്നിരിക്കുന്ന സ്ഥലത്ത് ആ മലക്ക് വന്ന് നോക്കും. ഫൈൻ ഓബോ സഅലു അൻഹും. ഏതെങ്കിലും ഒരാള് പള്ളിയിൽ വരാത്ത ആളാണെങ്കിൽ അയാളുടെ കൂട്ടുകാരനായ മലക്ക് ചോദിക്കും, ഇയാൾ ഇവിടെ പോയി അന്വേഷിക്കും. നിങ്ങളതറിയില്ല. ആ മലക്ക് ശരിക്കും നിങ്ങൾ അന്വേഷിക്കും. ഇവിടെ ഇരുന്നിരുന്ന ആളിപ്പോ എന്ന് കാണാനില്ലല്ലോ. ഇത് ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മലക്ക് അന്വേഷിക്കും ഈ ആൾ എവിടെ പോയി. എന്നിട്ട് മലക്ക് അന്വേഷിക്കുമെന്ന് മാത്രമല്ല, വൈൻകാനോ മർല ആദൂഹും, ഇയാൾ രോഗിയായി വീട്ടിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ മലക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സന്ദർശിക്കും. മലക്ക് സന്ദർശിക്കും. ആ മലക്ക് സന്ദർശിച്ചിട്ട് നിങ്ങളെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ. നിങ്ങൾ എന്തേ മലക്കിന് തിരട്ടപ്പെടാൻ കാരണം? അള്ളാന്റെ ഭവനത്തിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വൈൻകാനോ ഫി ഹാജ, നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതാണെങ്കിൽ, അവർ അത്യാവശ്യം നിങ്ങൾക്ക് കുടുങ്ങി, നിങ്ങളുടെ അത്യാവശ്യത്തിന് പുറത്തു പോയെന്നാൽ ആനൂഹും, ആ മലക്കിന്റെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ കാര്യം വേഗം നടക്കും. 3 കാര്യമാണ് പറഞ്ഞത്. പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരാൾ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ മലക്ക് അയാളെ കുറിച്ച് അന്വേഷിക്കും. രോഗിയാണെന്നറിഞ്ഞാൽ അയാളെ തെരഞ്ഞ് സന്ദർശിക്കും. അയാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയി എന്നറിഞ്ഞാൽ അയാളെ ആ ആവശ്യം വേഗം നടക്കാനൊരു സഹായം മലക്ക് കൊടുക്കും. ഞാനല്ല പറയുന്നത്, മുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്ര ഗൗരവമാണ് വിഷയം നോക്ക് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാവരും നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഒരു സൂക്ഷ്മതയും കൂടി വേണം. കുറെ നിസ്കാരം ഉണ്ടാവും, ആ നിസ്കാരത്തിൽ കുറെ കളവുണ്ടാവും. അതാ പ്രശ്നം. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ ഒറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം സമയമാകെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. ഞാൻ കേട്ടത് ഈ പ്രദേശത്ത് നല്ല സൗഹൃദം നിലനിൽക്കുന്ന പ്രദേശമാണ്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗക്കാരും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഒരു സമൂഹത്തിൽ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ് ഏറ്റവും വലിയ കള്ളന്മാർ. മുത്തനബിയുടെ ഹദീസ, ഇന്ന അസ്വ അന്നാസി സരിക്കത്തൻ അല്ലദീ യസ്രികു മിൻ സ്വലാത്തിഹി. കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കക്കുന്നവനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആൾക്കാർ ജമാഅത്തിൽ നിൽക്കുമ്പോൾ കക്കുന്ന ആളാണ്. അല്ല, നിസ്കരിക്കുന്നവൻ കക്കും. അതെങ്ങനെ? നബി തങ്ങളോട് ചോദിച്ചു സ്വഹാബത്ത്, കൈഫ യസ്രികു ഫീ സ്വലാത്തിഹി, ഒരാളെങ്ങനെ നിസ്കാരത്തിൽ കക്കുക, നിസ്കാരത്തിൽ എങ്ങനെ കളവ് നടത്തുക? മുത്തനബി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ കളവ് എന്ന് പറഞ്ഞാൽ സുജൂദ് റുക്കൂ ശരിക്കും പൂർത്തിയാക്കൂല എന്ന് പറഞ്ഞാൽ വേറെ പടഞ്ഞ് നിസ്കരിക്കാതെ തന്നെ പൂർത്തിയാക്കൂല. ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പെടപെടടിച്ചിട്ട് പോവും. എന്നാ നിസ്കാരം ശരിയല്ല. അങ്ങനെ നിസ്കാരത്തിൽ അതിന്റെ അദബ് പാലിക്കാതെ കളവ് നടത്തുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി അങ്ങനെയാവരുത്. അച്ചടക്കത്തോടെ തുമനീനത്തോടു കൂടി ഉസ്താദുമാര് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തന്ന പോലെ നിസ്കരിച്ചാൽ മനസ്സിനൊരു സമാധാനം കിട്ടും.
ഒരു സന്തോഷം കിട്ടും. ഒരു കാര്യം കൂടി പറയട്ടെ, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ പരാജയപ്പെടാൻ ഒരു കാര്യം മാത്രം മതി. ബിഹസ്ബിൽ മുഅ്മിനി മിൻ ശഖാഇ വൽ ഖൈബ. ഒരു മുസ്ലിമായ മനുഷ്യൻ പരാജയപ്പെടാൻ, തോറ്റ് തൊപ്പിയിടാൻ ഒറ്റ കാര്യം മതി. അതെന്താ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുന്നു, ഹയ്യ അലൽ ഫലാഹ്. ഇവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല, നിസ്കാരത്തിന് പോകൂല. അതാണ് ഐ യസ്മഅൽ മുഅദ്ദിന യുസവ്വിബു ബിസ്സലാത്തി. നിസ്കാരത്തിന്റെ കൂലിങ്ങനെ വിളിച്ചു പറയാണ് മുഅദ്ദിൻ, ഫലാ യുജീബുഹു. ഇവൻ ഉത്തരം കൊടുക്കൂല. ഉത്തരം കൊടുക്കൂല എന്നാൽ ലാ ഹൗല വലാ ഖുവത എന്ന് പറയില്ല എന്നല്ല, നിസ്കരിക്കാനോട് ചെല്ലൂല. ഇതിങ്ങനെ കേൾക്കും, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് കേൾക്കുകയാണ്. രാവിലെ കിടന്നുറങ്ങുന്ന സമയത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുകയാണ്, പോകൂല. അങ്ങനെ പോയില്ലെങ്കിൽ അവന്റെ പരാജയത്തിന് അതിലപ്പുറം ഒന്നും വേണ്ട എന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു.